നമസ്കാരം. കേരളത്തിൻ്റെ അടുത്ത മുഖ്യമന്ത്രി ആരെ എന്നറിയാനുള്ള ആകാംക്ഷ മുറ്റിയ ദിനങ്ങൾ തുടരുകയാണ്. ഞായറാഴ്ച വരും, ശനിയാഴ്ച വരും, തിങ്കളാഴ്ച വരും എന്നൊക്കെ കേരളത്തിലെ ചാനലുകൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറഞ്ഞത് ബുധനാഴ്ചയ്ക്ക് മുമ്പെത്തില്ല എന്നാണ്. ഇപ്പോൾ ഒരു ചെറിയ മാറ്റം വന്നിരിക്കുന്നു. ബുധനാഴ്ചയും ഒരുപക്ഷെ പ്രഖ്യാപനം വന്നെന്ന് വരില്ല. ഞങ്ങൾ പറയുന്നത് അതേപടി സംഭവിക്കുന്നു എന്നതുകൊണ്ട് തന്നെ പ്രേക്ഷകർ താല്പര്യത്തോടെ നോക്കാറുണ്ട്. ബുധനാഴ്ച എന്ന് പറയുന്നത് നാളെയാണ്. അത് നാളെയും സംഭവിച്ചില്ലെങ്കിൽ അത്ഭുതപ്പെടേണ്ടതില്ല. ഇന്ന് പ്രഖ്യാപനമുണ്ടാകും എന്ന വ്യാമോഹം വേണ്ട. അപ്പോൾ ചോദിക്കും, എന്തിനാണ് പിന്നെ കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ ഹൈക്കമാൻഡ് വിളിച്ചു വരുത്തിയത് എന്ന്? പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഡൽഹിയിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. മുൻ KPCC പ്രസിഡന്റുമാരെയാണ് പ്രധാനമായും ക്ഷണിച്ചിരിക്കുന്നത്. കെ മുരളീധരൻ, VM സുധീരൻ, MM ഹസൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, കൂടാതെ 3 വർക്കിംഗ് പ്രസിഡന്റുമാർ ഷാഫി പറമ്പിൽ, PC വിഷ്ണുനാഥ് എന്നിവരും KP അനിൽകുമാറും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ഒക്കെ അവിടെ പോയിട്ടുണ്ട്. ഇതിൽ മുരളീധരൻ, മുല്ലപ്പള്ളി, സുധീരൻ ഈ 3 നേതാക്കളുടേത് മാത്രമാണ് വ്യത്യസ്തമായ അഭിപ്രായം. 3 വർക്കിംഗ് പ്രസിഡന്റുമാർ അടക്കം എല്ലാവരും തന്നെ KC വേണുഗോപാലിനെ അംഗീകരിക്കുന്ന ആളാണ്. ശക്തമായ രീതിയിൽ VD സതീശന് വേണ്ടി പറഞ്ഞിരിക്കുന്നത് VM സുധീരൻ മാത്രമാണ്. കെ മുരളീധരൻ ജനപിന്തുണ പരിഗണിക്കണം, ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരാളെ ജയിപ്പിക്കണം എന്ന നിലപാടാണ്. എന്നാൽ പിടിവാശിയില്ല. മുല്ലപ്പള്ളി രാമചന്ദ്രനും ഹൈക്കമാൻഡിന് വിട്ടുകൊടുക്കുന്നു, എന്നാൽ വേറൊരാളെ കെട്ടിയിറക്കുന്നതിനോട് യോജിപ്പില്ല. ഈ 3 പേർക്ക് മാത്രമാണ് വ്യത്യസ്ത അഭിപ്രായം. ഷാഫി പറമ്പിലും PC വിഷ്ണുനാഥും അടക്കമുള്ളവർ KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്നു. AP അനിൽകുമാറാണ് KC വേണുഗോപാലിൻ്റെ മാനേജരെ പോലെ പ്രവർത്തിക്കുന്നത്. പൊന്നാനി MLA KP നൌഷാദ് അലി, കൊച്ചി MLA മുഹമ്മദ് ഷിയാസ് എന്നിവരാണ് VD സതീശിൻ്റെ മാനേജർമാർ. ഏറ്റവും നിർണായകമാകുന്നത് AK ആന്റണിയുടെ നിലപാടാണ്. ആന്റണി ഐക്യത്തോടുകൂടി പ്രഖ്യാപനം വേണം എന്നാവശ്യപ്പെടുന്നു. ആന്റണിയുടെ ഐക്യ ആഹ്വാനമാണ് ഈ നേതാക്കളെ അങ്ങോട്ട് വിളിച്ചു വരുത്തി കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനുള്ള കാരണമായി മാറുന്നത്. ആന്റണിക്ക് കൂടുതൽ താല്പര്യം രമേശ് ചെന്നിത്തലയാണ്. VD സതീശന് ഇനിയും സമയമുണ്ട്, കാത്തിരിക്കാമല്ലോ എന്നാണ് ആന്റണിയുടെ നിലപാട്. ഏറ്റവും ഒടുവിലത്തെ സ്കോർ നിലയനുസരിച്ച് VD സതീശിൻ്റെ നില അല്പം മെച്ചപ്പെട്ടിട്ടുണ്ട്. VD സതീശന് 1 പോയിന്റ് മാത്രമായിരുന്നു ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ കൊടുത്തത്. 1% VD സതീശന്, 9% രമേശ് ചെന്നിത്തലയ്ക്ക്, 90% KC വേണുഗോപാലിന് എന്നതായിരുന്നു അവസ്ഥ. ഈ അവസ്ഥയിൽ അല്പം മാറ്റം വന്നിട്ടുണ്ട്. KC വേണുഗോപാലിൻ്റെ 10% സാധ്യത കുറഞ്ഞിരിക്കുന്നു. ഇപ്പോഴും 80% KC വേണുഗോപാലിന് തന്നെയാണ്. 9.5% വീതം രമേശ് ചെന്നിത്തലയും VD സതീശനും തുല്യനിലയിലേക്ക് മാറിയിരിക്കുന്നു. VD സതീശൻ 1% നിന്നും 9.5% വർദ്ധിക്കാൻ കാരണം മുസ്ലിം ലീഗിൻ്റെ തന്ത്രപൂർവമായ ഇടപെടലാണ്. വളരെ ശക്തമായ നിലപാടായിരുന്നു രാഹുൽ ഗാന്ധിക്കും ഖാർഗെയ്ക്കും KC വേണുഗോപാലിന് അനുകൂലമായി. അവർ പറഞ്ഞുകൊണ്ടിരുന്നത്, ജനത്തെ തെരുവിലിറക്കി ഹൈക്കമാൻഡിനെ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കേണ്ട, ഹൈക്കമാൻഡിന് തീരുമാനമെടുക്കാൻ അവകാശമുണ്ട്. VD സതീശന് വേണ്ടി ജനം തെരുവിലിറങ്ങിയത് സ്വാഭാവികമാണെങ്കിൽ പോലും അത് തടയാൻ കഴിയാതിരുന്നത്, സമ്മർദ്ദത്തിൽ ആഴ്ത്താൻ ശ്രമിച്ചത്, ഘടകകക്ഷികളെ കൊണ്ട് അതിശക്തമായ സമ്മർദ്ദത്തിന് ശ്രമിച്ചത് ഒക്കെ നെഗറ്റീവാണ്, അത് സാധ്യമല്ല എന്ന നിലപാടായിരുന്നു ഖാർഗെയും രാഹുൽ ഗാന്ധിയും അടക്കമുള്ള ഹൈക്കമാൻഡിന്. അതുകൊണ്ടാണ് മാത്യു കുഴൽനാടൻ ലീഗ് കോൺഗ്രസിൻ്റെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെടേണ്ട എന്ന് പറഞ്ഞത്. ഇതോടുകൂടി പ്രശ്നം വഷളായിരുന്നു. ലീഗിനെ സ്വാധീനിക്കാൻ ഒരു പ്രമുഖ വ്യവസായി രംഗത്തെത്തിയിരുന്നു. ആ വ്യവസായിയുടെ ഇടപെടലോടെ ആരായാലും കുഴപ്പമില്ല എന്ന നിലപാടിലേക്ക് ലീഗ് മാറിയിരുന്നു. എന്നാൽ ലീഗിൻ്റെ അണികളുടെ ശക്തമായ സമ്മർദ്ദം അത് ലീഗിനെ കുഴപ്പത്തിലാക്കി. ലീഗ് നേതൃത്വം KC വേണുഗോപാലായാലും കുഴപ്പമില്ല എന്ന നിലപാടിലേക്ക് മാറിയെങ്കിലും ലീഗിൻ്റെ മുഴുവൻ അണികളും ലീഗ് നേതൃത്വത്തെ നിർത്തിപ്പൊരിക്കാൻ തുടങ്ങി. ലീഗ് നേതാക്കൾക്ക് പോലും സ്വീകരണം കൊടുക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തന്നെ ലീഗ് നേതൃത്വം നിശബ്ദതയിലേക്ക് മാറി. അണികളുടെ സമ്മർദ്ദത്തെ അതിജീവിക്കാൻ കഴിയാതെ വന്നതോടെ ലീഗ് നേതൃത്വം ഒരു പൂഴിക്കടകൻ ഇറക്കി എന്നാണ് ഡൽഹിയിൽ നിന്ന് റിപ്പോർട്ട്. പ്രിയങ്ക ഗാന്ധിയെ കണ്ട് കാര്യം പറഞ്ഞു. പ്രിയങ്ക ഗാന്ധി ഇതിൽ ഇടപെടാതെ നിൽക്കുകയായിരുന്നു. രാഹുലും ഖാർഗെയും KCയുമാണ് ഇപ്പോഴത്തെ ഹൈക്കമാൻഡ്. ആ മൂവരിൽ ഒരാളുടെ കാര്യത്തിന് വേണ്ടി മറ്റു 2 പേരും ഒരുമിച്ച് നിന്നു. ആ സാഹചര്യത്തിൽ ഒരു അഭിപ്രായവും പറയാതെ മാറി നിൽക്കുകയായിരുന്നു പ്രിയങ്ക. എന്നാൽ പ്രിയങ്കയുടെ മേൽ ശക്തമായ സമ്മർദ്ദം ലീഗ് ചെലുത്തുന്നു. പ്രിയങ്കയ്ക്ക് നിലനിൽക്കണമെങ്കിൽ, വിജയിക്കണമെങ്കിൽ, രാഷ്ട്രീയം മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ ലീഗിൻ്റെ പിന്തുണ വേണം. വയനാട്ടിലെ MP ആണ് പ്രിയങ്ക. 3-4 തവണ മാത്രം ഇവിടെ വന്നിട്ട് പോയിട്ടും ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ, അതും രാഹുലിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ കഴിഞ്ഞു. ഇനിയും എക്കാലവും വയനാട്ടിലെ MP ആയി തുടരാൻ പ്രിയങ്ക ആഗ്രഹിക്കുന്നുണ്ട്. ആഗ്രഹം സഫലീകരിക്കണമെങ്കിൽ
തീർച്ചയായും ലീഗിൻ്റെ പിന്തുണ വേണം. അതുകൊണ്ടാണ് തുറുപ്പ് ചീട്ടെടുത്ത് ലീഗ് വീശിയത്. പ്രിയങ്ക പക്ഷേ ഇതുവരെ പരസ്യമായി ഒന്നും പറഞ്ഞിട്ടില്ല. പ്രിയങ്കയെ സമ്മർദ്ദത്തിലാഴ്ത്തിയതോടെ പ്രിയങ്ക ഇടപെട്ടേക്കുമെന്നും പ്രിയങ്ക ഹൈക്കമാൻഡിനോട് ലീഗിൻ്റെ കൺസേൺ പ്രിയങ്ക പറയും എന്നുമുള്ള സാഹചര്യമാണ് വി ഡി സതീശൻ്റെ സാധ്യത ഉയർത്തിയത്. വി ഡി സതീശൻ ഇന്നലെ വരെ പൂർണ്ണമായും ഔട്ടായിരുന്നു. എന്നാൽ ലീഗിൻ്റെ സമ്മർദ്ദം എത്ര ശക്തമാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും കാര്യങ്ങളുടെ തീരുമാനം. ലീഗ് പക്ഷേ അതിശക്തമായ സമ്മർദ്ദത്തിനില്ലെന്നും ലീഗ് നിലപാട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ എന്നുമുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഹൈക്കമാൻഡ് KC വേണുഗോപാലിനൊപ്പം തന്നെയാണ്. ഹൈക്കമാൻഡ് ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. അതുകൊണ്ടാണ് നേതാക്കളെ വിളിച്ചു വരുത്തിയത്. നേതാക്കളെ വിളിച്ചു വരുത്തി അവരുടെ അഭിപ്രായം കൂടി പരിഗണിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ ഹൈക്കമാൻഡിന് ബോധ്യമാകുന്നു. ഒന്ന്, MLA-മാരുടെ പരിപൂർണ പിന്തുണ എന്ന് വേണമെങ്കിൽ പറയാം. 47 MLA-മാർ, 63-ൽ 47 MLA-മാർ. ഓർക്കണം, 16 MLA-മാർ മാത്രമേ പിന്തുണയ്ക്കാത്തതുള്ളൂ. 47 MLA-മാരുടെ പിന്തുണ KC വേണുഗോപാലിനാണ്. അങ്ങനെയല്ല എന്ന തരത്തിൽ വാർത്തകൾ വന്നതൊക്കെ വ്യാജമാണ്. 47 MLA-മാരുടെ പിന്തുണ KC വേണുഗോപാലിനാണ്. ആ 47 MLA-മാരുടെ പിന്തുണയ്ക്കൊപ്പം KPCCയുടെ പിന്തുണ, KPCC പ്രസിഡന്റ് അടക്കം സകലരുടെയും പിന്തുണ KC വേണുഗോപാലിനാണ്. അതുകൊണ്ടാണ് വാസ്തവത്തിൽ ഹൈക്കമാൻഡ് മുതിർന്ന നേതാക്കളെ വിളിച്ചു വരുത്തിയത്. ഈ നേതാക്കളിൽ ഭൂരിഭാഗവും KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്നു. KC എതിർക്കുന്ന നേതാക്കളിൽ സുധീരൻ ഒഴികെ മറ്റു 2 പേർക്കും, അതായത് മുരളീധരനും മുല്ലപ്പള്ളിക്കും പിടിവാശിയില്ല. ഇതൊക്കെ ഇങ്ങനെ വഷളായതിൽ അവർക്ക് വേദനയുണ്ട്, നിരാശയുണ്ട്. എന്നാൽ അവർക്കും പിടിവാശിയില്ല. ഹൈക്കമാൻഡ് ഇവരെയൊക്കെ വിളിച്ചു വരുത്തിയതിൻ്റെ ലക്ഷ്യം MLA-മാരിൽ ഭൂരിപക്ഷവും നേതാക്കളിൽ ഭൂരിപക്ഷവും പിന്തുണയ്ക്കുന്നത് KC-യാണ്. പിന്നെ എങ്ങനെ KC-യെ മാറ്റും എന്ന ചോദ്യം ഇവരോട് ചോദിക്കാൻ വേണ്ടി തന്നെയാണ് വിളിച്ചു വരുത്തുന്നത് എന്നാണ് റിപ്പോർട്ട്. എന്നാൽ ലീഗിനെ പൂർണ്ണമായും തൃപ്തിപ്പെടുത്താതെ ഒരു പ്രഖ്യാപനം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ലീഗുമായിട്ടുള്ള ആശയവിനിമയമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ലീഗിനെ പരിപൂർണമായി ബോധ്യപ്പെടുത്തി കോൺഗ്രസിന് ആഭ്യന്തര കാര്യമാണ്, അതിലിടപെടില്ല, ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്ന് ലീഗ് പറയുന്നത് വരെ ഈ വിവാദം നീണ്ടുപോകും. ലീഗ് നേതൃത്വം തണുത്തിട്ടുണ്ട്, പക്ഷേ ലീഗിൻ്റെ അണികളെ അവർക്ക് ഭയമാണ്. ലീഗ് അണികളാണ് ആവേശത്തോടുകൂടി വി ഡി സതീശന് വേണ്ടി ഇങ്ങ് തിരുവനന്തപുരം മുതൽ അങ്ങ് ഡൽഹി വരെ ജയ് വിളിക്കുന്നതും പ്രകടനം നടത്തുന്നതും. അത് മാത്രമാണ് ലീഗ് നേതൃത്വത്തെ ആശങ്കപ്പെടുത്തുന്നത്. ഇക്കാരണത്താൽ തന്നെയാണ് പ്രഖ്യാപനം അല്പം കൂടി വൈകിയേക്കുമെന്ന് പറയുന്നത്. വാസ്തവത്തിൽ ഇന്ന് നേതാക്കളോട് സംസാരിച്ചിട്ട് ധാരണയിലെത്തി പ്രഖ്യാപിക്കാവുന്നതാണ്. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളെ, അതായത് രമേശ് ചെന്നിത്തലയും വി ഡി സതീശനെയും ഇന്ന് വീണ്ടും വിളിപ്പിക്കാൻ സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ ഇന്ന് നേതാക്കളോടുള്ള സംഭാഷണം കഴിഞ്ഞതിന് ശേഷം നാളെ നേതാക്കളോടും സംസാരിക്കും. നാളെയോടുകൂടി പ്രഖ്യാപനം ഉണ്ടായേക്കാമെന്ന സൂചനയുണ്ട്. 3 നേതാക്കളെയും തൃപ്തിപ്പെടുത്തി 3 നേതാക്കളെയും KPCC പ്രസിഡന്റിനെയും ഒരുമിച്ചിരുത്തി അവർ പ്രതിഷേധിക്കാത്ത തരത്തിൽ, അവർ സഹകരിക്കുന്ന തരത്തിൽ പ്രഖ്യാപനം നടത്താനാണ് ലക്ഷ്യമിടുന്നത്. എന്നാൽ അവർ സഹകരിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായാൽ, എന്ന് വെച്ചാൽ വി ഡി സതീശനൊക്കെ എടുത്തുയാട്ടക്കാരനാണ്, പിണങ്ങി ഇറങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടായാൽ ഒരുപക്ഷെ പ്രഖ്യാപനം വൈകിയെന്ന് വരാം. അതുകൊണ്ടാണ് നാളെയും ഉണ്ടാവുമെന്ന് ഉറപ്പില്ലാത്തത്. നാളെ സാധ്യതയുണ്ട് ഒരുപക്ഷെ കുറച്ചുകൂടി അന്തരീക്ഷം തണുക്കാൻ വേണ്ടി പ്രഖ്യാപനം വൈകിയാലും അത്ഭുതപ്പെടേണ്ടതില്ല. എന്തായാലും ഇന്ന് പ്രഖ്യാപനം ഉണ്ടായേക്കില്ല. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളെ ഡൽഹിയിൽ വിളിച്ചു വരുത്തി അവരുടെ സാന്നിധ്യത്തിലായിരിക്കും പ്രഖ്യാപനം നടത്താൻ പോകുന്നത്. എന്തായാലും സാധ്യത പൂർണ്ണമായും ഇല്ലാതായിപ്പോയ വി ഡി സതീശന് ജീവശ്വാസം കിട്ടിയിട്ടുണ്ട് എന്ന ആശ്വാസം മാത്രമാണ് ഇന്നത്തെ അപ്ഡേറ്റ്. എന്നാൽ ഇപ്പോഴും മുൻപന്തിയിൽ നിൽക്കുന്നത് KC വേണുഗോപാൽ തന്നെയാണ്. അതേസമയം ഇതിൻ്റെ മറവിൽ മറ്റ് 2 ചർച്ചകൾ കൂടി കൊഴുക്കുന്നുണ്ട്. ഒന്ന് തീർച്ചയായും മന്ത്രി ചർച്ചയാണ്. ലീഗ് 5 മന്ത്രിമാരെ വേണമെന്നും കേരള കോൺഗ്രസ് ജോസഫ് 2 മന്ത്രിമാരെ വേണമെന്നും ആവശ്യപ്പെട്ട് കഴിഞ്ഞു. കോൺഗ്രസിലെ മന്ത്രിമോഹികളൊക്കെ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലും സീനിയോറിറ്റി അടിസ്ഥാനത്തിലും കരുക്കൾ നീക്കി തുടങ്ങിയിട്ടുണ്ട്. ആദ്യം മുഖ്യമന്ത്രിയെ തീരുമാനിക്കട്ടെ, അത് കഴിഞ്ഞു മതി മന്ത്രിമാർ എന്ന നിലയിലാണ് കോൺഗ്രസ് നേതൃത്വം. എന്നാൽ മന്ത്രിയാകാനുള്ള ചരടുവലികൾ തീർച്ചയായും ആളുകൾ നടത്തി തുടങ്ങി. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ആര് മുഖ്യമന്ത്രിയാവും എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും മന്ത്രിമാരുടെ ലിസ്റ്റ് വരുന്നത്. പ്രത്യേകിച്ച് ഇടത്തരം നേതാക്കന്മാർ. നമുക്കറിയാം PC വിഷ്ണുനാഥും ലിജുവും സിദ്ദിഖും മാത്യു കുഴനാടനും റോജി M. ജോണും അടക്കമുള്ള ഒരുപാട് ഇടത്തരം നേതാക്കളുണ്ട്. ഇവരിൽ ആരൊക്കെ മന്ത്രിയാവും എന്ന് തീരുമാനിക്കുന്നത് ആര് മുഖ്യമന്ത്രിയാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഉദാഹരണത്തിന് KC വേണുഗോപാലാണ് മുഖ്യമന്ത്രിയാവുന്നതെങ്കിൽ മാത്യു കുഴനാടൻ മന്ത്രിയാവും. KC അല്ല VD ആണെങ്കിൽ മാത്യു കുഴനാടൻ മന്ത്രിയാവുകയും ഇത്തരത്തെ സമവാക്യങ്ങൾ രൂപപ്പെട്ടു വരുന്നതേ ഉള്ളൂ. മറ്റൊരു നീക്കം KPCC പ്രസിഡന്റ് പദവിക്ക് വേണ്ടിയാണ്. സണ്ണി ജോസഫ് മന്ത്രിയാവുന്നതോടെ KPCC പ്രസിഡന്റ് പദവി ഒഴിയും എന്ന സൂചന വ്യക്തമാണ്. പകരം ആരെ KPCC പ്രസിഡന്റാക്കും എന്ന ആലോചനയും ശക്തമാണ്. KPCC പ്രസിഡന്റായി സണ്ണി ജോസഫിനെ നിയമിക്കാൻ പ്രധാന കാരണം അദ്ദേഹം ക്രിസ്ത്യാനിയാണ് എന്നതാണ്. ക്രൈസ്തവ വോട്ടുകൾ കൂടെ നിർത്താനായിരുന്നു. ആ നീക്കം വിജയിച്ചു. നിരവധി MLA-മാരാണ് ക്രൈസ്തവ വിഭാഗത്തിനുണ്ടായത്. മന്ത്രിസഭയിലും ക്രിസ്ത്യൻ വിഭാഗത്തിനായിരിക്കും
പ്രാതിനിധ്യം കൂടുതൽ. കോൺഗ്രസിൻ്റെയും ജോസഫിൻ്റെയും RSPയുടെയും ഒക്കെ മന്ത്രിമാർ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ടവരുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇനി ക്രൈസ്തവ പ്രാതിനിധ്യം ഉറപ്പിക്കാൻ ഒരു KPCC പ്രസിഡന്റിനെ നിയോഗിക്കേണ്ടതില്ല എന്നാണ് ചിലരുടെ നിലപാട്. എന്നാൽ പഴയ ഫോർമുല അനുസരിച്ച് ക്രൈസ്തവരാകും എന്ന് കരുതി ബെന്നി ബെഹനാൻ അവകാശമുന്നയിച്ച് മുമ്പിൽ നിൽപ്പുണ്ട്. KC വേണുഗോപാലിനെ പൂർണ്ണമായും A ഗ്രൂപ്പ് പിന്തുണയ്ക്കുന്നതുകൊണ്ട് ബെന്നി ബെഹനാനായിരിക്കും സാധ്യത എന്ന് കണക്കാക്കുന്നു. അതേസമയം ആൻഡോ ആൻ്റണി നേരത്തെ പരിഗണിക്കപ്പെട്ട അവസാന നിമിഷം അവഗണിക്കപ്പെട്ട ആളാണ്. ആൻഡോ ആൻ്റണി ക്ലെയിമുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഇതിനിടയിൽ കൊടിക്കുന്നിൽ സുരേഷ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ദളിത് സമൂഹത്തിൽ നിന്നും ഒരാൾ KPCC പ്രസിഡന്റ് ആവുന്നതാണ് ഉചിതമെന്ന നിലപാടുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കൊടിക്കുന്നിൽ സുരേഷ് ഇന്നലെ AICC പ്രസിഡന്റ് ഖാർഗെയെ കണ്ടിരുന്നു. കേരളത്തിലെ സാഹചര്യത്തിൽ ഇപ്പോൾ ദളിത് സമൂഹത്തെ ചേർത്ത് നിർത്തേണ്ടത് ആവശ്യമാണ്. മാത്രമല്ല ഇന്ത്യയിലെ തന്നെ ദളിത് നേതാക്കളിൽ ഏറ്റവും സീനിയറാണ് കൊടിക്കുന്നിൽ സുരേഷ്. മുഖ്യമന്ത്രി സ്ഥാനത്തിന് പോലും യോഗ്യത അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുക്കണം എന്നുള്ള നിലപാടിലേക്ക് അദ്ദേഹവും മാറിയിട്ടുണ്ട്. KPCC പ്രസിഡന്റ് ആകും എന്ന് പരിഗണിക്കപ്പെടുന്ന മറ്റൊരു പേര് ഷാഫി പറമ്പലിൻ്റെതാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മുസ്ലിം സമൂഹത്തിന് പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി തർക്കമൊക്കെ നിൽക്കുമ്പോൾ ഒരു മുസ്ലിം നേതാവേണ്ടതുണ്ട് എന്നതുകൊണ്ട് ഷാഫിയുടെ പേരും ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ ഇവരെല്ലാം MPമാരാണ്. ഷാഫി MP ആണ്, ആൻഡോ MP ആണ്, കൊടിക്കുന്നിൽ സുരേഷ് MP ആണ്, ബെന്നി ബെഹനാൻ MP ആണ്. അതുകൊണ്ട് ഒരാൾക്കൊരു പദവി മതി, ഒരു പദവിയുമില്ലാത്തവർ ഉണ്ടല്ലോ എന്ന നിലപാടുമായി രംഗത്ത് വരുമ്പോൾ ഏറ്റവും കൂടുതൽ സാധ്യത പരിഗണിക്കപ്പെടുന്നത് ജോസഫ് വാഴക്കനാണ്. ജോസഫ് വാഴക്കന് ഇക്കുറി അവസാന നിമിഷം സീറ്റ് നിഷേധിക്കപ്പെടുകയായിരുന്നു. ജോസഫ് വാഴക്കൻ പാല എന്നുള്ള കത്തോലിക്ക നേതാവാണ്. വാഴക്കൻ മന്ത്രിയാവേണ്ട ആളായിരുന്നു. വാഴക്കൻ അവഗണിക്കപ്പെട്ടു. ഈ സാഹചര്യത്തിൽ വാഴക്കനെ KPCC പ്രസിഡന്റ് ആക്കണം എന്ന നിലപാടും പലർക്കുമുണ്ട്. എന്തായാലും വടംവലി തുടരുകയാണ്. ഈ ദിവസങ്ങളിൽ കൂടി ഈ ചരടുവലികൾ നീളും.